ഒരു ടയർ അതെന്താ ഫുള്ള് റബ്ബർ കൊണ്ടുണ്ടാക്കാത്തേ? ഏത് വണ്ടി ആയാലും അതിപ്പോൾ സൈക്കിൾ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ടയറിനകത്ത് നമ്മൾ കാറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സൈക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പമ്പ് വെച്ചിട്ട് നമുക്ക് കാറ്റ് ഊരാനും പറ്റും, കാറ്റടിക്കാനും പറ്റും. ഇപ്പോൾ ബൈക്കും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റടിക്കുന്ന സ്ഥലവും ഉണ്ട്. പിന്നെ അതേപോലെ പെട്രോൾ പമ്പിലും ഒക്കെ ഫ്രീ ആയിട്ട് കാറ്റ് കിട്ടും. അപ്പം ഈ വണ്ടികളുടെ ടയറൊക്കെ ഉണ്ടല്ലോ, ഈ ടയർ ഫുള്ള് റബ്ബർ ആയിരുന്നാൽ എന്തുമായിരുന്നു കുഴപ്പം? ഫുള്ള് റബ്ബർ ആയിരുന്നാൽ നിങ്ങൾ ഒരു 5-6 റബ്ബർ ഷീറ്റ് എടുത്ത് കൈ വെക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഭാരമാണ്. അപ്പോൾ ഫുള്ള് റബ്ബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും തന്നെ ഭാരം ഈ ടയറിനും വരും. ഇപ്പോൾ ടയറിന് ഭാരം കൂടി എന്താണ് കുഴപ്പം? എഞ്ചിൻ അത്രയും കൂടെ പ്രവർത്തിക്കണം ആ വീലൊന്ന് അനക്കാൻ. അപ്പോൾ അത്രയും കൂടെ വണ്ടിയുടെ മൈലേജും കുറയും, അത്രത്തോളം എഞ്ചിൻ കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വെയിറ്റ് കൂടുന്നതാണ് ഫസ്റ്റ് റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങൾ ഗട്ടറൊക്കെ ചാടുമ്പോൾ കാണാം ഈ ടയർ കുറച്ച് അമങ്ങും. അപ്പോൾ ഈ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ആവും, അതിൻ്റെ അകത്ത് എയർ ആയതുകൊണ്ട്. പക്ഷേ അതേസമയം ഫുള്ള് റബ്ബർ ആയിരുന്നുണ്ടെങ്കിൽ അത്രയും ഷോക്ക് അബ്സോർപ്ഷൻ കിട്ടത്തില്ല. അപ്പോൾ എത്ര നല്ല ഷോക്ക് അബ്സോർബർ അല്ലാതുണ്ടെന്ന് പറഞ്ഞാൽ ഈ വീലിൻ്റെ ഷോക്ക് അബ്സോർപ്ഷൻ കുറയുമ്പോൾ തന്നെ നല്ലതുപോലെ അതിൻ്റെ അകത്തിരിക്കുന്ന റൈഡ് ഭയങ്കര പന്നലാവും. അപ്പം അത് രണ്ടാമത്തെ റീസണാണ്, എന്ത് ഷോക്ക് അബ്സോർപ്ഷൻ ഉള്ളത്. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് ഇത് കുറച്ച് റിജിഡ് ആയിരിക്കും. കാരണം അത്രത്തോളം ഷോക്ക് അബ്സോർവ് ആവുമ്പം അത്രത്തോളം റോഡിനോട്ട് നമ്മൾ ഈ വീൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കുറയുമല്ലേ. പക്ഷേ ആ ഒരു പ്രഷർ കുറയുന്നതിന് പകരം ഈ ബമ്പൊക്കെ ചാടി വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ റോഡിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ റോഡ് പന്നലാവാൻ സാധ്യതയുണ്ട്. അത് കാരണം റോഡ് കുറച്ചുകൂടെ പന്നലായുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഷോക്ക് അബ്സോർപ്ഷൻ കുറവായിട്ട് പിന്നെയും നല്ലതുപോലെ അറിയും. അപ്പോൾ ഓവറോൾ കംഫർട്ടും ഇല്ലാതാവും, എഞ്ചിന് കൂടുതൽ പ്രവർത്തിക്കേണ്ടിയും വരും. അതൊരു ഫീസിബിൾ കാര്യമല്ല നമുക്ക് ചെയ്യാൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചു വണ്ടി തൊട്ട് വലിയ വണ്ടി വരെയും ടയറിനകത്ത് നമ്മൾ കാറ്റടിക്കുന്നത്.